അപ്പോൾ ഗൈസ് നമ്മളത് ഇത് ഒട്ടിച്ചു. ഇൻഡിക്കേറ്റർ രണ്ടെണ്ണം ഒട്ടിച്ചു കേട്ടോ. കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരെണ്ണം മൊത്തം മങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ഒരു വൃത്തിയോടെ അറിയത്തില്ല. ഇതാണ് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ കേക്കാണിത്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മളിതേ ഒരു Rs200 ലോഞ്ചിന് പോകുക കേട്ടോ. ഇപ്പം നമ്മൾ പുളിയമലയാണുള്ളത്. മഴയാട്ടോ, അതുകൊണ്ട് ഇതിലേക്ക് വെള്ളം വീഴുന്ന വിഷയമായിരിക്കും. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ തൂക്കുപാലം തൊട്ടേ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് വലുതായിട്ട് നനഞ്ഞില്ല. പിന്നെ പാൻറ്റൊക്കെ ചെറുതായിട്ട് നനഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാനും ഉണ്ട്, ഗോകുലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി വ്ലോഗിങ് നടക്കത്തില്ല മഴയായതുകൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. നമ്മളിപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8-ാം മൈൽ നമ്മുടെ റാപ്റ്റേഴ്സ് ഗാലറി ഫീനിക്സ് കണക്കര ഞാൻ എന്നൊരു ഷോപ്പിൻ്റെ ഒരു ഇതിട്ടില്ലേ, അവിടെ വെച്ചാണ് നമ്മുടെ വണ്ടിയുടെ ലോഞ്ച്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ള് ചെയ്തേക്കുന്നത് നമ്മുടെ ജോൺസനാണ്, ദ മോട്ടോറാഷ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ RS കൊണ്ട് വന്നത്. അപ്പോൾ അവൻ്റെ ഇതിപ്പോൾ 3ാമത്തെ വണ്ടിയാണ് നമ്മൾ ഇതുപോലെ ലോഞ്ച് ചെയ്യാൻ കൊടുക്കുന്നത്. കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം കൊറോണ ഇഷ്യൂസൊക്കെ കാരണമാണ് കൂടുതൽ ലോഞ്ച് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. ഇപ്പം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നേരം നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല. ഓവർ മഴയാണെങ്കിൽ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയറി നിൽക്കണം കേട്ടോ. കാരണം ഓവർ മഴയായി കഴിഞ്ഞാൽ മൊത്തം നനയും, പാൻ്റെല്ലാം നനയും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിഷയമായി പോവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. ഇല്ല, അങ്ങോട്ട് പോവാടാ. അപ്പം ഗായ്സ്, നമ്മൾ ഇവിടെ വന്ന് കേട്ടോ. റാപ്റ്റർ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടിയുമായിട്ടായിട്ടോ അവൻ അങ്ങോട്ട് പോകുന്നത്. ഇത് അവൻ്റെ വണ്ടിയാണ് എങ്കിലോ, റാപ്റ്റർ ലോഡെന്നൊക്കെ അടിച്ചു വെച്ചേക്കുന്നത്. അവൻ്റെ റാപ്റ്റർ അതിൽ എങ്ങനെ ഇറക്കും? പോടാ. പെട്ടില്ലേ? റാപ്റ്റർ അവിടെ ഭയങ്കര കഷ്ടപ്പാടിലാണ് കേട്ടോ. വലിച്ചു കൊടുക്കണോടാ. നീ എന്നാ ചെയ്യും? പോട്ടെ. റാപ്റ്ററിന് ഭയങ്കര കഷ്ടപ്പാടാ. ഇതേ കറക്കിയൊക്കെ കൊണ്ടുപോകും. എന്നാടാ നീ ഇങ്ങനെ ബേഡൗട്ട് അടിച്ച് കളിക്കണോ? പൊട്ടിച്ചോ? എന്നാടാ പൊട്ടിച്ചേ? പോയി വണ്ടി ഇവിടെ ഇടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അയ്യോ. അപ്പോൾ റാപ്റ്ററിന് ഞാനിവിടെ ഒരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ഇന്ന് റാപ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇടിച്ചവൻ്റെ മോന്ത പോയി കേട്ടോ. നമ്മുടെ ജാക്കറ്റ് അടിച്ച്. എല്ലാവരും ഇവനൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേര് @റാപ്റ്ററിലോടൊന്ന് മെൻഷൻ ചെയ്ത്. അതൊന്നും വേണ്ട. ഇന്നത്തെ ചെലവ് മൊത്തം ഇവനാണ്. അങ്ങനൊന്നും നിന്നെ വേടത്തില്ല. ഇന്ന് ചെലവ് അവിടെ നമ്മളിപ്പോൾ അപ്പുറത്ത് കടയിൽ പോവാ. അൽഫാം, കുഴിമന്തി, പാഴ്സലും വേണം കേട്ടോ. എന്നെ ചെയ്യാനാണോ പാഴ്സൽ കിട്ടണം? എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി സമാധാനപൂർവ്വം ഇന്ന് കഴിക്കാനുള്ള. അതിപ്പം പറയാൻ പറ്റൂല. റാപ്റ്ററിന് ഞാൻ ചെറിയൊരു പണി കൊടുത്തത്. ഇവിടെ നമുക്കൊന്ന് ഫിലിം ഒട്ടിക്കണം. കാരണം ഇത് ഒന്നും കാണത്തില്ല കേട്ടോ. രാത്രി പോയി കഴിയുമ്പോൾ വെട്ടം ഭയങ്കരമായിട്ട് കണ്ണിലേക്ക് അടിച്ച് റോഡൊന്നും കാണത്തില്ല. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ഇവനിപ്പോൾ നേരെ ജോൺസൻ്റെ അങ്ങോട്ട് പോവാം. എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വരാം കേട്ടോ, വണ്ടി എടുത്തുകൊണ്ട്.
ഇവിടെ വെച്ചാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അൽ റാപ്റ്ററിലോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ജോൺസൻ്റെ അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരാം. അപ്പോഴേക്കും ഇത് പണി ചെയ്ത് വെക്കണം. അതെ, ഇവൻ്റെ വണ്ടിയായിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പോയില്ല, അവന്മാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ പോയില്ല കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ റാപ്റ്റർ പണിയെടുത്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാടാ കേട്ടില്ല? അടുത്തവൻ പോരട്ടെ. ആ വാടാ. അവർ കേക്ക് അടിച്ച് വേണ്ടി നിന്നോണ്ടിരിക്കും കേട്ടോ, അതാണ് ഇങ്ങോട്ട് വരാത്തത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല പാവങ്ങൾ. അതെ, ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് കാണാം. കഴിഞ്ഞടാ, കഴിഞ്ഞു ഇല്ലടാ, കഴിഞ്ഞടാ, മാറ്റി. ഓഫായില്ലടാ, കണ്ടുപിടിച്ചു ഗൈസ്, കണ്ടുപിടിച്ചു. അവിടെ എന്നാടാ ചെലവോ? നീ എന്താ ഓടി മറയുന്നേ? നിന്നെയാ കിട്ടിയത്, മേടിക്കണ്ട. വരുമ്പം കണ്ടോണം നാളെ. അപ്പം ഇതും കൂടെ ഒട്ടിക്കുക കേട്ടോ, ഇൻഡിക്കേറ്റർ. അതായത് ഇതിപ്പം പുതിയ ഇൻഡിക്കേറ്ററാണ്, അത് പഴയതും. അപ്പം ചെറിയൊരു മങ്ങൽ പോലുണ്ട്. നമ്മുടെ മോട്ടറാശ് ഷാരോൺ അതിൻ്റെ പുറകെ ഒളിച്ച് കളിക്കുന്നുണ്ട്. കിട്ടിയടാ നിന്നെ, കിട്ടി. അല്ല, അത് അവന്റെ തന്നെയാ. ഏത് കിടക്കുന്നേ? അതല്ല, അകത്താ. സത്യം പറയടാ, നീ അത് മാറി കിട്ടോടാ. എടാ അല്ലടാ, സെയിമാടാ, രണ്ടെണ്ണം ഉണ്ട്. അത് ഒട്ടിച്ചു. ഇനിയിപ്പോ ഇതും കൂടെ ഒട്ടിക്കണം. കുഴപ്പമില്ല, ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം ഇത് ആക്കിയാലോ. വെറൈറ്റി ആയി. ഇപ്പം പോലീസ് പിടിച്ചാലും പറയാം, സാറേ അത് മങ്ങിപ്പോയി, ഒരു നിവൃത്തിയില്ല. നമ്മളത് ഇത് ഒട്ടിച്ചു. ഇൻഡിക്കേറ്റർ രണ്ടെണ്ണം ഒട്ടിച്ചു കേട്ടോ, കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരെണ്ണം മൊത്തം മങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ഒരു വൃത്തിയോടെ അറിയത്തില്ല. ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടേടാ, ഇവിടെ പുറത്തേട്ടെ തകർക്കോ കണ്ടില്ലേ? അപ്പോൾ അത് രണ്ട് സെറ്റായിട്ടുണ്ട്. മീറ്റർ സെറ്റായി. ഇനിയിപ്പോൾ ഓടിക്കുമ്പോൾ അറിയാം മീറ്ററിൻ്റെ അവസ്ഥ എന്താവുമെന്ന്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി കയറ്റണം. വണ്ടി ഈ വണ്ടിയുടെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. വണ്ടി കാണിക്കാൻ നേരത്തെ കാണിക്കാം. എന്തായാലും തമ്മനേരിയിൽ നിന്ന് കാണും, എന്നാലും ഒരു ചെറിയൊരു ഇത് ഇല്ലേടാ. ചിരിച്ച് അപ്പോൾ വണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ട് കാണാം കേട്ടോ. ഒരുത്തനെ ഓടി. എടാ നീ അങ്ങോട്ട് ഓടി, അതിന്റെ പുറകിന് ഞാൻ വരും. ഗായ്സ്, ഇവിടെ ഭയങ്കര ബലൂൺ വീർപ്പീരാണ്. എടാ മാറിക്കേടാ മാറാ. ഗായ്സ് കണ്ടോ, വീർപ്പിച്ചിട്ടേക്കുന്നത്. വീർപ്പിക്കുന്ന ജോൺസിനെ കഴിഞ്ഞിട്ടേ ഉള്ള ആള്. ഒരുത്തൻ്റെ ഇവിടെ മാറി എന്ന് വീർപ്പിക്കുന്നുണ്ട്. ഒരുത്തൻ്റെ അങ്ങ് പോയി ഇപ്പുണ്ട്. കാണിച്ചേ, കൊണ്ടുവന്നേ, കഴിവൊന്ന് കാണട്ടേടാ പിള്ളേര്. നീ എന്നെ അവിടെ നിൽക്കുന്നു, ഇങ്ങോട്ട് വാടാ. അപ്പൊ ഇന്ന് നമ്മളെ ജോൺസ് പഠിപ്പിക്കുന്നതായിരിക്കും എങ്ങനെ ബലൂൺ വീർപ്പിക്കും. ഒരെണ്ണം വീർപ്പിക്കാൻ എങ്ങനെ പറ. കമോൺ ജോൺസോ, മാസ്ക് ഒന്നും ഇടണ്ട, നീ പറഞ്ഞു തരണം. എടാ ബലൂൺ വീർപ്പിക്കാൻ ഞാൻ കാണിച്ചു കൊടുറാ. ഇതാണ് ബലൂൺ. ഇതാണ് ബലൂൺ. ഇതെങ്ങനെ വീർപ്പിക്കുന്നേ? കണ്ടോ, പോയി ജോൺസൺ രക്ഷപ്പെട്ടു ഗൈസ്. വണ്ടി ഇതിന്റെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. കുഴപ്പമില്ല. ഷാരോണേ വന്നേടാ, വാ. ബലൂൺ വീർപ്പിക്കുന്ന എങ്ങനെ പറഞ്ഞോട്. അപ്പോൾ ഇതായ വണ്ടിയെല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഓണറൊക്കെ വരുന്ന ഒരു താമസവും കൂടെ ഉള്ളു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞു. കണ്ടില്ലേ, മൊത്തം ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരവിടെ നിന്ന് വരുന്ന താമസവും കൂടെ ഉള്ളു കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് വണ്ടി ലോഞ്ച് ചെയ്യാം. അപ്പോൾ വണ്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന്മാർ വന്നിട്ട് കാണാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു Rs200 നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും
wolfkid യൂട്യൂബർ ഇവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. വണ്ടിയുടെ ഓണറാണ് ഇരിക്കുന്നത്. വിളിച്ചിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. വീഡിയോ എടുത്തെടുക്കാം കേട്ടോ. ഞാൻ പറയുന്നത് ഇത് ഞാനല്ല, കണ്ണോ ട്രാക്ടർ ഇവിടെ ഭയങ്കര ലൈവാട്ടോ. വണ്ടിയെല്ലാം ജോൺസൺ സെറ്റ് ആക്കുന്നു. ജോൺസണാദി ഭയങ്കര എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാടാ ചെയ്തത്? ഇവിടെ ഭയങ്കര സെറ്റപ്പ് ആട്ടോ. ഓണർ എന്തേ? വണ്ടിയുടെ ഓണർ അവിടെ, വണ്ടിയുടെ ഓണർ അവിടെ. ചിക്കനും മട്ടനും വലിച്ചോ എടുത്തോ. കേട്ടോ ഇതിന് ലാട്ടർ നീ അവിടെ നിന്ന് ബലൂൺ പൊട്ടിക്കായിരുന്നല്ലേ? സത്യം പറയാം. വണ്ടിയെല്ലാം ഫുള്ള് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ Rs200. ലൈവിൽ ആരൊക്കെ ഉണ്ട്? ലൈവിൽ എത്ര പേരുണ്ട്? ഹായ് 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 ഹായ്. ഫുള്ള് സംഭവം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി ഇറക്കണം. അതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചതാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ജോൺസൺ ഇവിടെ വീഡിയോഗ്രാഫി റാപ്പർ അവിടെ ഇരുന്നൊക്കെയാണ് ലൈവ് എടുക്കുന്നത്. Hello guys, this is YouTuber Instagrammer. Hello with YouTuber wolfkid. Instagrammer Raptor signing off ആയിട്ടില്ല. സമയമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും വണ്ടി കാണിക്കുകയാണ്. പിന്നെ എല്ലാവരും അത് മാത്രമല്ലേ പറ്റുള്ളൂ. യൂട്യൂബർ wolfkid ഇവിടെ നാളത്തെ വീഡിയോയിൽ നമ്മളെ കാണാം. നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റുന്നതായിരിക്കും സുഹൃത്തുക്കളെ. യൂട്യൂബർ ഫാൻസ് ഉണ്ട്. ജോൺസന്റെ ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നു. കണ്ടോ ക്യാമറ കാണുമ്പോ ഇതിന് മാത്രം എന്നാ ഇത്ര നാളെ എന്റെ മുഖത്തെ വെട്ടം കുറവ് ക്യാമറ ദൈവമേ അപ്പുറത്ത് പോയാ ഓ ഫോട്ടോ എടുക്കാം. ഇതിന്റെ കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ എടുത്തു. ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാണ് അവൻ പറഞ്ഞത്. എന്റെ അഭിപ്രായം പറഞ്ഞാ എല്ലാവരും ഒന്ന് കുറച്ച് ഇതായിട്ട് കേട്ടോ. കാരണം സെറ്റാകത്തില്ല. പിന്നെ ഒരു ഓണത്തിന് ഞാൻ പറഞ്ഞു കേട്ടോ. അത് ശാരോണായിരുന്നു കേട്ടോ. ഇവിടെ എന്നെ പുറകെ തന്നെ തോണ്ടിക്കൊണ്ടിട്ടുണ്ട്. ശാരോണേ അയ്യോ ശാരോണേ. വണ്ടി ഇറക്കുക കേട്ടോ. കുത്തിച്ചോടാ. ഇപ്പൊ മറിഞ്ഞു പോയനെ. ഒരു വണ്ടി ഇറക്കാൻ പെടുന്ന കഷ്ടപ്പാടാണ്.
നമ്മൾ നോക്കി നിന്ന് സഹായിക്കും. അതെ, നമ്മൾ നോക്കൂലി വാങ്ങിക്കാനുള്ള ഇത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഊരി എടുക്കുക. നോക്കൂലിയാ. ഓക്കെ സെറ്റ്. അടുത്ത ഷാരാണേ. അപ്പം വണ്ടി മൊത്തം ഇറക്കി ലൈറ്റൊക്കെ അടിക്കും. അപ്പം കാഴ്ച ഇത് നോക്കിക്കേ, ജോൺസന്റെ ഓരോ കലാവിരുതാണ് ഇതൊക്കെ. ഇതുണ്ടോ, എല്ലാ വണ്ടിയിലും കൊണ്ട് ബലൂണൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ അടുത്ത ഭയങ്കര വീഡിയോഗ്രാഫിയാണ്. ഇത് കണ്ടോ, ഇതെന്റെ ഹെൽമെറ്റിലാട്ടോ തൂക്കിയിട്ടേക്കുന്നത്. ഇത് കണ്ടോ, ആ ഓടാ. ഇതെല്ലാം ഇവന്മാരുടെ ഒക്കെ പരിപാടിയാണ്. ഇവനെ കണ്ടില്ലേ, ഇവൻ പ്രത്യേകിച്ച് മെയിൻ. വെട്ട പഠിച്ചിട്ടൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഗോകുലാട്ടോ. മാറാവോ കണ്ടോ ജോൺസൺ? ജോൺസൺ കണ്ടോ, ജോൺസൺ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ടോ കെട്ടി വെച്ചേക്കുന്നേ. എന്നാണ് എടാ ഒരു വണ്ടി അവിടെ വെക്കാൻ പറ്റുള്ള ബലൂൺ എല്ലാം കൊണ്ട് വണ്ടിയെ കെട്ടി വെക്കുന്നു. ഇവന്മാർക്ക് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പം എന്തേ റാപ്പറിന്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ കേക്കാണിത്. എടാ ഇതും കൂടെ കത്തിച്ച് വെക്ക്. ഇഷ്ടംപോലെ മെഴുകുതിരിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ചുറ്റിനും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചാലോ. എടാ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അല്ല ആരും പാടുന്നില്ല. ഇത്ര ഇങ്ങെടുത്താലോ, ഇത്ര ഇങ്ങെടുത്താലോ ആരും അറിയത്തില്ല. പാട്ട് പറഞ്ഞ ഞാൻ തന്നെ മുറിക്കാം. അവൻ വരുന്ന ഒരു താമസം. അവനവിടെ എന്തോ പണിയാണ്. റാപ്റ്റർ പാട്ട് പറഞ്ഞോ. നമ്മൾ അവിടെ നിന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞത് തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. അപ്പം കാറിനാണ് അങ്ങോട്ട് പോയത്. നമ്മുടെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്, കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോവാണ്. വേറെ പരിപാടിയൊന്നുമില്ല, കാരണം ഇനിയിപ്പോൾ ഒന്നും കാണത്തില്ല രാത്രി ആയതുകൊണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഒട്ടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ. എന്താ പണിയെടുക്കുന്നത് നമ്മുടെ കുടുംബി ജോൺസനാണ്. നിലത്ത് കിടന്ന എഴയുവാണ് സുഹൃത്തുക്കളെ, നിലത്ത് കിടന്ന എഴയുവാണ്. കിട്ടി 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 കിട്ടി. കണ്ടോ, ടയറൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ചെളിയുണ്ട്, പോരാ, പണിക്കാരൻ പോരാ. കണ്ടോ മറ്റേ കിളിയുടെ ഒക്കെ ചുണ്ടിരിക്കുന്നത്. ഇവിടെ വായിക്കേ, നോക്കടാ. എല്ലാം കെട്ടിയിട്ടുണ്ട്. തുടച്ച് വൃത്തിയാക്കുക. അപ്പൊ ഇതൊക്കെ അവസാനമേ കാണിക്കത്തുള്ളൂ, പേടിക്കണ്ട.